അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഹംനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹെൽത്ത് മിക്സ് അതല്ലാന്നുണ്ടെങ്കിൽ അമൃതം പൊടി ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല രുചിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണിത്. എല്ലാവരുടെയും വീട്ടിൽ എന്തായാലും അമൃതം പൊടിയോ ഹെൽത്ത് മിക്സോ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല അടിപൊളി ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഹംനൂസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അമൃതം പൊടി, അതല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് മിക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാനിതുപോലെ ഒരു 2 കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്താം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കടലപ്പരിപ്പാണ്, അതായത് ചനാദാൽ. അത് ഒരു 3 ടേബിൾ സ്പൂൺ അളന്നെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച അതേ സ്പൂണിൽ തന്നെയാണ് ചനാദാലും അളന്നെടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിനാണ് ഇവിടെ വെള്ളത്തിൻ്റെയും പാലിൻ്റെയൊക്കെ കണക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് കപ്പിനാണോ വെള്ളം അളന്നെടുക്കുന്നത് അത് തന്നെ പാലും ശർക്കര പാനിയൊക്കെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു 1/4 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് ഈ ശർക്കര ഒന്നങ്ങ് ഉരുക്കിയെടുക്കാം. ആ സമയത്തിന് തന്നെ നമുക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത കടലപ്പരിപ്പ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു വലിയ പാൻ എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഹെൽത്ത് മിക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആദ്യം 1 കപ്പ് പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് മിക്സ് വെള്ളമോ പാലോ ഒക്കെ ആയിട്ടൊന്ന് കട്ടിയായി പോവും. അപ്പോൾ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഫ്രഷ് മിൽക്ക്, അതായത് പശുവിൻ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് ഈ കപ്പിന് തന്നെ 2.5 കപ്പ് പശുവിൻ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഇത് അടുപ്പിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് കുറുകി തുടങ്ങുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കട്ട കെട്ടിപ്പോവും. അതുപോലെ തന്നെ അടിക്ക് പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ചെറുതായിട്ട് കുറുകിയും തുടങ്ങിയിട്ടുണ്ട്. ഹെൽത്ത് മിക്സ് ആയാലും അമൃതം പൊടിയായാലും നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അതുകൊണ്ടിട്ട് തന്നെ ഒരുപാട് വേവ് ഉണ്ടാകത്തില്ല. ഒരു 5-10 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് റെഡിയായി വരും. ഇപ്പോൾ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് 2 കഷ്ണം ശർക്കര ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. ഉരുക്കിയതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മണ്ണ് കടിക്കും പായസത്തിൽ. അതുപോലെ തന്നെ ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഇതൊരു നോർമൽ മധുരമാണ് ഈ പായസത്തിനുള്ളത്. നല്ല മധുരം വേണമെന്നുണ്ടെങ്കിലും കുറച്ച് മധുരം മതിയെന്നുണ്ടെങ്കിലും ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, പായസം കുറുകി വരുന്നുണ്ട്. അപ്പോൾ കടലപ്പരിപ്പ് ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ ഈ ഒരു പരുവത്തിന് വേണം അത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. എന്നാൽ മാത്രമേ നമ്മൾ പായസം കുടിക്കുമ്പോഴത്തേക്കും അതിൽ കടിച്ച് കുടിക്കാനായിട്ട് ഈ കടലപ്പരിപ്പ് കിട്ടുള്ളൂ. നല്ല ഒരു ടേസ്റ്റുമാണ്. നമുക്ക് അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അളവിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിച്ച ഏലക്ക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഹെൽത്ത് മിക്സ് അടുപ്പിൽ വെക്കുമ്പോൾ ഏലക്ക ചതച്ചിട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതങ്ങ് എടുത്താൽ മതി കേട്ടോ. ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതും കൂടി നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നിങ്ങൾക്ക് ഇതിനേക്കാളും ലൂസായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ പാല് കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്യൂനട്ടും ആണ്. അത് രണ്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് ഞാനിവിടെ കിസ്മിസ്, അതായത് ഉണക്കമുന്തിരി ചേർക്കുന്നില്ല. തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പുമാണ് ചേർക്കുന്നത്. അത് മാത്രം മതി കേട്ടോ. ഇതിന് നെയ്യിൽ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുള്ളതാണ്.
അപ്പോൾ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഹംനൂസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്